മോഹൻലാൽ എന്ന നടനെ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠത്തിനാണ്. ഇനി വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴിക്കാതെ അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന പ്രതികരണമായിരിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതും സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റേതും. എന്നാൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലിന് പിന്തുണയുമായി മമ്മൂട്ടി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ വാക്കുകൾ എങ്ങനെ? ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ ഈ വിഷയത്തിൽ ഞാൻ ഒരു പ്രതികരണവും നടത്താഞ്ഞത്. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട്. സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ. ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല. അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായി സിനിമ നിലനിൽക്കണം. പിന്നെ ഈ വിവാദത്തിൽ മോഹൻലാലിന്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. മോഹൻലാലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ പാടവം കൊണ്ടാണ്. മാധ്യമങ്ങൾ മോഹൻലാലിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. മമ്മൂട്ടി പറഞ്ഞു. മാധ്യമങ്ങൾ മോഹൻലാലിനെ അനാവശ്യമായി വേട്ടയാടുന്നു എന്ന മമ്മൂട്ടിയുടെ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.